നമസ്കാരം. ഈ ക്ലാസ്സിൽ ആരോഗ്യത്തിൻ്റെ നിർവചനം അതുപോലെ തന്നെ നിർവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതാണ് ആ ഡെഫിനിഷൻസിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് WHO പറഞ്ഞിരിക്കുന്നത്? WHO ഡെഫിനിഷൻ മിക്കവാറും എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. 1948 ഇങ്ങനൊരു കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ആ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നു: ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മേർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ്? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് കായികപരമായിട്ടോ മെൻ്റൽ മാനസികപരമായിട്ടോ അതുപോലെ തന്നെ സോഷ്യലായിട്ടോ സാമൂഹ്യമായിട്ടും ഒരു നല്ലൊരു ക്ഷേമാവസ്ഥ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആരോഗ്യമെന്ന് WHO പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ആ ഒരു ക്ഷേമാവസ്ഥയിൽ, നല്ല രീതിയിലുള്ള ആ ക്ഷേമാവസ്ഥയിലുള്ള ജീവിതത്തിനെ തന്നെയാണ് അവിടെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ആൻഡ് മേർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി, അസുഖങ്ങളോ വൈകല്യങ്ങളോ ഇല്ലാത്ത അവസ്ഥ. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് WHO ആരോഗ്യത്തിൻ്റെ ഒരു നിർവചനം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നുകൂടി ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. 1948 ഇങ്ങനെ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ നമുക്ക് തന്നത്. WHO ഡെഫിനിഷൻ തന്നത് 1948 അത്. ആ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നു: ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മേർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് WHO കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോവാം. WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മൾ അത് പറയുന്നത് തന്നെ ഈസ് ആൻ സ്പെഷ്യലൈസ്ഡ് നോൺ പൊളിറ്റിക്കൽ ഹെൽത്ത് ഏജൻസി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നോൺ പൊളിറ്റിക്കൽ ഹെൽത്ത് ഏജൻസിയാണ് WHO. രാഷ്ട്രീയപരമായിട്ട് ഒരു ചായ്വുമില്ലാത്ത ഒരു നോൺ പൊളിറ്റിക്കൽ ഹെൽത്ത് ഏജൻസിയാണ് WHO. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? നിരവധി തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. WHO ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് WHO ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, അതിനകത്ത് 194 മെമ്പർ സ്റ്റേറ്റുകളുണ്ട്, 150 രാജ്യങ്ങളിൽ ഓഫീസുകളുണ്ട്, അതുപോലെ തന്നെ 6 റീജിയണൽ ഓഫീസുകളും ഉണ്ട് WHO. ഓക്കെ, ഓരോ രാജ്യങ്ങളിലും, ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ട്, അതിൻ്റെ ഓഫീസുകളുണ്ട്. ഇനി എന്നാണ് ഇത് WHO എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്, ഇത് ഫങ്ഷനിങ് എന്നാണ് ആരംഭിച്ചത്? April 7th 1948 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഏജൻസി പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, 1948 April 7 WHO പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ April 7 എന്ന ഒരു ദിവസം നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയി ആചരിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. വേൾഡ് ഹെൽത്ത് ഡേ ആയി ആചരിക്കുന്ന ദിവസം April 7. അതിന് കാരണം WHO ലോകാരോഗ്യ സംഘടന പ്രവർത്തനം ആരംഭിച്ചത് 1948 April 7 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഈ April 7 എന്നുള്ള ദിവസമാണ് നമ്മൾ ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ കൂടെ പറയാനുള്ള പോയിന്റ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. നമ്മൾ ഫസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലേ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന ബോഡിയാണ് WHO ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയാണ്, ഇത് സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അതിനകത്ത് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഏപ്രിൽ 7-ാം തീയതി വേൾഡ് ഹെൽത്ത് ഡേ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഓരോ വർഷവും ഈ വേൾഡ് ഹെൽത്ത് ഡേക്ക് ഓരോ തീമുകളുണ്ട്. ഓക്കെ, ഓരോ വർഷവും ഇപ്പം ഏപ്രിൽ 7-ാം തീയതി വരുമ്പോൾ ലോകാരോഗ്യ ദിനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ തീമുകൾ ഉണ്ട്. അപ്പം 2024 വേൾഡ് ഹെൽത്ത് ഡേ തീം പറയുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അതാണ് 2024 വേൾഡ് ഹെൽത്ത് ഡേ തീം ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അത് ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ കറണ്ട് ഇയറിൽ ചോദിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ആയിട്ടുള്ള ഹെൽത്ത് ഡേ തീമുകൾ ചോദിക്കും. ഞാൻ അതിൻ്റെ നോട്ട്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാം. ഓരോ വർഷത്തെ ഞാൻ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1950 മുതലുള്ള ഇതുവരെയുള്ള വർഷങ്ങളിലെ വേൾഡ് ഹെൽത്ത് ഡേ തീമുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നോട്ടുകൾ ഗ്രൂപ്പിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് തന്നിരിക്കുന്ന അതിൻ്റെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു ഡെഫിനിഷൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ, കമ്പോണൻസ് ഓഫ് WHO ഡെഫിനിഷനാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് കമ്പോണൻസ്? നമുക്ക് ഈ ഡെഫിനിഷനകത്ത് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് പഠിച്ചത്? ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുമ്പം ഈ ഫിസിക്കൽ വെൽബീയിങ് എങ്ങനെയാണ്, മെൻ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ് എന്താണ്, അതാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്. അതിന് ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയുന്നത് ഫിസിക്കൽ വെൽബീയിങ് ആണ്. എന്താണ് ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. ഫിസിക്കൽ വെൽബീയിങ്ങിലെ പോയിന്റുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അല്ലെ, നമുക്ക് പോയിന്റ് വൈസായിട്ട് നോട്ട്സിൽ ഒന്ന് വായിക്കുമ്പോൾ എന്താണ് അതിനകത്ത് വരുന്നത്? റിലേറ്റ്സ് ടു ദി അനാട്ടമിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ഫങ്ഷനിങ് ഓഫ് ദി ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വെൽബീയിങ് നമ്മൾ കായികപരമായിട്ട്, നമ്മൾ ശാരീരികപരമായിട്ടുള്ള ഒരു നല്ല ഒരു ക്ഷേമാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കും? നമ്മുടെ ശരീരത്തിനുള്ളിലെ അനാറ്റമിക്കലും ഫിസിയോളജിക്കലും അതുപോലെ തന്നെ ബയോകെമിക്കലായിട്ടുള്ള ഫങ്ഷനിങ്ങിനെ റിലേറ്റ് ചെയ്തിരിക്കും. ഇത്തരം കാര്യം. അപ്പോൾ അനാറ്റമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആന്തരിക അവയവങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഫിസിയോളജിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്, നമ്മുടെ ആരോഗ്യസ്ഥിതി. അതുപോലെ തന്നെ ബയോകെമിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള രാസപ്രവർത്തനങ്ങൾ. ഇതെല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് റിലേറ്റഡ് ടു ദി അത് നല്ല രീതിയിൽ ഒരു ഫങ്ഷനിങ് ആകുമ്പോഴാണ് ഒരു ഫിസിക്കൽ വെൽബീയിങ് നമുക്ക് പറയാൻ പറ്റും. ഒരു മനുഷ്യ ശരീരത്തിലെ ഇത്തരം ഘടകങ്ങൾ അനാറ്റമിക്കലായാലും ഫിസിയോളജിക്കലായാലും ബയോകെമിക്കൽ ആണെങ്കിലും ഈ ഫങ്ഷൻ എല്ലാം ഒരു നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് അതിനെ റിലേറ്റ് ചെയ്തിരിക്കും ഒരു ഫിസിക്കൽ വെൽബീയിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ആട്രിബ്യൂട്ട്സ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് എംബസസ് നോർമാലിറ്റി ഇൻ ബോഡി സ്ട്രക്ചർ ആൻഡ് ഓർഗൻ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ് അത് സഹായമാകുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ളത്? അത് ഒരു നോർമാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ നിലയിൽ, ബോഡി സ്ട്രക്ചർ ഒരു സാധാരണ നിലയിലാവണം. വൈകല്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു വൈകല്യങ്ങൾ വരുമ്പോൾ ചിലപ്പം ആ ബോഡിയുടെ സ്ട്രക്ചർ വ്യത്യാസപ്പെട്ട് പോവാം. അതുപോലെ തന്നെ ഓർഗൻ ഫങ്ഷനിങ്, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാ ഓർഗൻസുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ്, നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് ഈ ഒരു ഫിസിക്കൽ വെൽബീയിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ കമ്പോണൻസിലെ ഫസ്റ്റ് പോയിൻ്റായിട്ടുള്ള ഫിസിക്കൽ വെൽബീയിങ്ങിലത്തെ പോയിന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നോർമൽ സ്റ്റേറ്റ് വരുന്നുണ്ട്. എന്താണ് നോർമൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്കിപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, അത് ആ പോയിന്റുകളിൽ തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഫങ്ഷനിങ്ങെല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോൾ, ഒരു ഇപ്പം എന്തെങ്കിലും ഒരു അനാട്ടമിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിയോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ എന്തെങ്കിലും വരുമ്പം നമുക്കതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ നോർമൽ സ്റ്റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ആവറേജ് ആൻഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ വിച്ച് ക്യാൻ വേരി അമംഗ് പോപ്പുലേഷൻസ് എന്നാ പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? സെലക്ഷൻ ഓഫ് നോർമാലിറ്റി ലിമിറ്റ്സ് ഈസ് ആർബിട്രറി വിത്ത് ദ ലൈൻ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് അബ്നോർമൽ ബീയിങ് thin near
പ്രീ സെലക്റ്റഡ് ലിമിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് പറയുന്നത് ദീസ് ലിമിറ്റ്സ് ഓഫ് നോർമാൽസി ക്യാൻ ചേഞ്ച് ഓവർ ടൈം ഓർ ജനറേഷൻ. ഈ നോർമാൽസി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ജനറേഷനിലും മാറിക്കൊണ്ടിരിക്കും, അതേപോലെ തന്നെ ഒരു ടൈം പീരീഡിലും മാറിക്കൊണ്ടിരിക്കും ഇല്ലേ. ഇപ്പം ഉദാഹരണത്തിന് ചില കുട്ടികൾ വളരുമ്പോൾ ചെറുതിൽ അവർക്ക് വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അവർ കുറച്ച് ഒരു പ്രായം കടന്നുണ്ടെങ്കിൽ അവർക്ക് ചില ഫിസിക്കായിട്ട് ചില പ്രോബ്ലംസുകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. നേരെ മറിച്ചും വരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഒരു നേരിയ വൈകല്യങ്ങളൊക്കെ ഉള്ളവർ അവർ കുറച്ചുകൂടി ഒന്ന് പ്രായം എത്തുമ്പോൾ ആ വൈകല്യങ്ങൾ താനെ മാറിപ്പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ മാത്രമല്ല നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ എല്ലാ ഓർഗൻസും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുക, അതിൻ്റെ ഒരു അനാറ്റമിക്കൽ, ഫിസിയോളജിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ രാസപ്രവർത്തനങ്ങളെല്ലാം ഒരു നല്ല രീതിയിൽ ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയുന്നത്. WHO പറഞ്ഞിരിക്കുന്ന കമ്പോണൻസിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഫിസിക്കൽ വെൽബീയിങ്. കായികപരമായിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു ജീവിതം. ഓക്കെ, അതിൽ ഇനി അടുത്ത പോയിന്റുകൾ വരുന്നത് എന്താണ് വരുന്നത്? വേരിയസ് അസസ്മെൻറ്റ്സ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് എക്സിസ്റ്റ് സച്ച് ആസ് ഹൈറ്റ്, വെയ്റ്റ്, മസിൽ mass, serum estimation and physiological test, all defining normalcy statistically and in relation to disease risk. ഇത്രയും കാര്യങ്ങൾ വേരിയസ് അസസ്മെൻറ്റ് എന്താണ് ഫിസിക്കൽ ഹെൽത്തിൻ്റെ വേരിയസ്, അതിന് എന്തൊക്കെയാണ് അതിന് ഉൾപ്പെടാത്തത്? നമുക്കിപ്പോൾ ഹൈറ്റ്, അതേപോലെ തന്നെ വെയ്റ്റ്, നമ്മുടെ മസിലിൻ്റെ മാസ്, സിറം എസ്റ്റിമേഷൻസ്, നമ്മുടെ ശരീരത്തിലെ സ്രവങ്ങളുടെ എസ്റ്റിമേഷൻസ്, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ടെസ്റ്റുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ആൾ ഡിഫൈനിങ് നോർമാൽസി സ്റ്റാറ്റിസ്റ്റിക്കലി റിലേഷൻ ടു ഡിസീസ് റിസ്ക് എന്ന് പറയുന്നത്. ഇതിലെല്ലാം വരുന്ന വ്യത്യാസങ്ങൾ അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട് അല്ലേ. അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിസിക്കൽ വെൽബീയിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ ഞാൻ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് തന്നെയാണ് ഉള്ളത്. അനാറ്റമിക്കൽ, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ബോഡി, അതിന് റിലേറ്റ് ചെയ്തിരിക്കും നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ. നമുക്ക് കായികപരമായിട്ട് ആരോഗ്യപരമായിട്ട് ഉള്ള ജീവിതത്തിന് അത് ബന്ധപ്പെട്ടിരിക്കും. ഇനി നമുക്ക് അടുത്ത പോയിന്റ് വരുന്നതാണ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത്. സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സാമൂഹ്യപരമായിട്ട് നമ്മുടെ ഒരു ക്ഷേമാവസ്ഥ. നമ്മളിപ്പം സാമൂഹ്യപരം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുക, ഒരു ഫാമിലി മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി ജീവിക്കേണ്ട ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ ഒരു സമൂഹത്തിലൊക്കെ ഇടപെടലുകളൊക്കെ ചെയ്യേണ്ട അതാണ്. അപ്പോൾ ആ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു വെൽബീയിങ്, ക്ഷേമാവസ്ഥ എങ്ങനെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. അതിലിങ്ങനെ പറയുന്നു, സോഷ്യൽ ഹെൽത്ത് ഇംപ്ലൈസ് the ability to live in harmony with one's surrounding and society. Okay, social health implies the ability to live. അതാണ് പറയുന്നത്. നമുക്ക് അതിന് എബിലിറ്റി, നമ്മൾ ഏബിൾ ആവാണ് വേണ്ടത്. നമുക്ക് ആ എബിലിറ്റി ടു ലീവ് ഇൻ ഹാർമണി വിത്ത് വൺസ് സറൗണ്ടിങ് ആൻഡ് സൊസൈറ്റി. സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റുപാടുമുള്ളവരിൽ നമുക്ക് നിലനിന്ന് പോകാൻ, ഒരു ഐക്യത്തോടു കൂടി നമുക്ക് ജീവിച്ചു പോകാനുള്ള കഴിവാണ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്, ഒരുപാട് രീതികളും ഒരുപാട് കൾച്ചറും ഒരുപാട് സ്വഭാവങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അത് നമ്മുടെ ഒരാൾക്ക് ചുറ്റുമുള്ളതാണ്, സറൗണ്ടിങ്സിലും അതേപോലെ തന്നെ സൊസൈറ്റിയിലുണ്ട്. ഇവരുമായി യോജിച്ച് ഐക്യത്തിൽ പോകുന്നതിനെയാണ് സോഷ്യൽ വെൽബീയിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം അത് എന്തിനൊക്കെയാണ് ഇപ്പം ഈ സോഷ്യൽ വെൽബീയിങ് ഇപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ, എത്നിക്, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു എബിലിറ്റി നമ്മൾ നേടിയെടുക്കുമ്പോൾ, ആ ഒരു എബിലിറ്റിയിലേക്ക് എത്തുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൾച്ചറലായിട്ട്, സാംസ്കാരികപരമായിട്ട് നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യും.
എത്നിക്കായിട്ട് പാരമ്പര്യപരമായിട്ട് അങ്ങനെ വരുന്നുണ്ട്, എക്കണോമിക്കലായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫാക്ടേഴ്സ്. ഇപ്പം നമുക്കിപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മുടെ സമീപനങ്ങൾ മാറും, നമ്മുടെ ഒരു സോഷ്യലായിട്ട് നമ്മുടെ ഇടപെടലുകൾ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ സോഷ്യൽ വെൽബീയിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. മെഷർമെൻറ്റ് ഓഫ് സോഷ്യൽ ഹെൽത്ത് ഈസ് ചലഞ്ചിങ് ബട്ട് ക്യാൻ ബി അസസ്ഡ് ത്രൂ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ലിറ്ററസി ലെവൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, ആൾദോ ദീസ് ആർ ഇൻഡയറക്റ്റ് മെഷേഴ്സ് പറയുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണൊന്ന് ഈ സോഷ്യൽ ഹെൽത്ത് ഒന്ന് മെഷർ ചെയ്തെടുക്കാൻ പറ്റുക? എത്രത്തോളം ഉണ്ട് ഒരു സോഷ്യൽ ഹെൽത്ത്, ഒരു സോഷ്യൽ ഒരു സാമൂഹികമായിട്ടുള്ള ക്ഷേമാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നത് അളക്കുമ്പോൾ അത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് അത് അസസ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് അത്? നമുക്ക് ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമീപനം എങ്ങനെയൊക്കെയാണെന്ന്, ആ ഒരു സൊസൈറ്റിയുടെ സമീപനം എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഒരു സോഷ്യൽ ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹ്യപരമായിട്ടുള്ള അവരുടെ ആ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ലിറ്ററസി ലെവൽ, അവരുടെ വിദ്യാഭ്യാസ നിലവാരം നോക്കിയാൽ നമുക്ക് അവരുടെ സോഷ്യൽ ഹെൽത്ത് നമുക്ക് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അതിനനുസരിച്ച് നമുക്ക് ആ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ അല്ലെങ്കിൽ തന്നെ ആ ഒരു ഗ്രൂപ്പിൻ്റെയോ അതൊക്കെ നമുക്ക് അവരുടെ ആ ഒരു സോഷ്യൽ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ഒരു ഇൻഡയറക്റ്റ് മെഷേഴ്സായിട്ടാണ് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇത്രയാണ്. ആബിലിറ്റി ടു ലീവ് ഇൻ ഹാർമണി വിത്ത് വൺസ് സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റി, നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ടുള്ള ഒരു ഐക്യത്തിൽ പോകാനുള്ള ഒരു എബിലിറ്റിയാണ് സോഷ്യൽ വെൽബീയിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം WHO ഡെഫിനേഷൻ്റെ രണ്ടാമത്തെ അതിൻ്റെ കമ്പോണൻസിലെ രണ്ടാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് പഠിച്ചു, ഫിസിക്കൽ വെൽബീയിങ് എന്താണെന്ന് പഠിച്ചു. അടുത്ത് വരുന്ന സോഷ്യൽ വെൽബീയിങ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താണ് വരുന്നത്? മെൻ്റൽ വെൽബീയിങ് ആണ് അടുത്ത പോയിന്റ് വരുന്നത്. ഓക്കെ, മെൻ്റൽ വെൽബീയിങ് എന്താണ്? മാനസികമായിട്ട് എങ്ങനെയാണ് ഒരു ക്ഷേമാവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത പോയിന്റ് വരുന്നത്. അപ്പം എന്താണെന്ന് പറയുന്നത്? മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം. എന്താണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? മെൻ്റൽ ഹെൽത്ത് ഈസ് എ കോംപ്ലക്സ് ആൻഡ് ആബ്സ്ട്രാക്റ്റ് ബട്ട് ഇൻവോൾവ്സ് എൻജോയിങ് റുട്ടീൻ, മെയിൻറ്റെയിനിങ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ആൻഡ് അവോയ്ഡിങ് ഫ്രീക്വൻറ്റ് മോഡ് ഡിസ്റ്റർബൻസസ്. അല്ലേ, നമുക്കിപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക്, അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? മെൻ്റൽ ഹെൽത്ത് ഈസ് എ കോംപ്ലക്സ് ആൻഡ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് ഉൾപ്പെടുന്നത്? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ മാനസികമായിട്ടുള്ള ഒരു ക്ഷേമാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് എൻജോയിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ദിനചര്യകളെ നമ്മൾ ഇഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ഐക്യത്തോടുള്ള എല്ലാവരോടായിട്ടുള്ള റിലേഷൻഷിപ്പ് രൂപയും അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന മൂഡ് ഡിസ്റ്റർബൻസസ് അത് അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെൻ്റൽ വെൽബീയിങ്, ഒരു മെൻ്റൽ സ്ട്രെങ്ത്, മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യുന്നവർക്ക് നല്ല ഒരു മാനസിക ആരോഗ്യസ്ഥിതി, ഒരു ക്ഷേമാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് വരുന്ന അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സൈക്കാട്രി ആൻഡ് ഫിസിയോളജി ഹാവ് ഇംപ്രൂവ്ഡ് ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, ഇപ്പം ഈ പുതിയതായിട്ട് ഇപ്പോൾ വരുന്ന റീസെൻറ്റ് ഡെവലപ്മെൻ്റൊക്കെ എന്താ പറയുന്നത്? സൈക്കാട്രിയിലും അതിൻ്റെ സൈക്കോളജിയിലൊക്കെ എന്താ പറയുന്നത്? ഹാവ് ഇംപ്രൂവ്ഡ് ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിൻ്റെ, മാനസിക ആരോഗ്യത്തിന് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഘടകങ്ങൾ. നമുക്ക് ആ ഒരു ഇത്രയും പറഞ്ഞിരിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളെ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ, ഇപ്പോൾ എൻജോയിങ് എന്ന് പറയുന്നില്ലേ, നമ്മൾ ആസ്വദിക്കുകയാണ്, നമ്മുടെ റുട്ടീൻ, നമ്മുടെ ദിനചര്യകളെ ആസ്വദിക്കുക, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, പിന്നെ ഈ
പറഞ്ഞതുപോലെ മൂഡ് ഡിസ്റ്റർബൻസ്, നമുക്ക് എന്തെങ്കിലും നമ്മളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഈ ഒരു കഴിവാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിവുകൾ ഉണ്ടെങ്കിലാണ് നമുക്കൊരു മെൻ്റൽ വെൽബീയിങ് എന്ന് പറയാൻ പറ്റുള്ളൂ, മാനസികമായിട്ട് നല്ലൊരു ക്ഷേമാവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ഫോർ IQ, പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ തീമാറ്റിക് അപ്രീസിയേഷൻ ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക് ഹെൽപ്പ് ഇവാലുവേറ്റ് മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനസിക ആരോഗ്യ അവസ്ഥയുടെ ആ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക? IQ ടെസ്റ്റ് ചെയ്യാം, ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ്. അതുപോലെ തന്നെ അവർ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഒരു പേഴ്സണാലിറ്റി കണ്ടാൽ തന്നെ അറിയാം ആൾ ഫിസിക്കലി മെൻ്റലി ഒരു വെൽബീയിങ് ിലാണോ അല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചില അങ്ങനെ പറ്റില്ല, പക്ഷേ എന്നിരുന്നാലും കൂടെ ഭൂരിഭാഗം നമുക്ക് അറിയാൻ പറ്റും. ഒരു മൂഡ് ഡിപ്രഷനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അവർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈ പ്രാക്ടീസ്. അടുത്തത് തീമാറ്റിക് അപ്രീസിയേഷൻ. നമുക്ക് ഈ തീമാറ്റിക് അപ്രീസിയേഷൻ വഴി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അതിന് അവരെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇത്രയും ഈ കാര്യങ്ങളിലൂടെ നമുക്കിപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് ഒരു അവലോകനം ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഒരു നല്ല രീതിയിലാണോ അവരുടെ ആരോഗ്യസ്ഥിതി, മാനസികാരോഗ്യസ്ഥിതി എന്ന് നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് അളക്കാൻ ഇത്തരം ടെക്നിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി അപ്പം മാനസികമായിട്ടുള്ള വെൽബീയിങ്, മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ അവരുടെ ആ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് അവർ ആ ഒരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന മൂഡ് ഡിസ്റ്റർബൻസ് അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ. ഈ ഘടകങ്ങളാണ് മെൻ്റൽ വെൽബീയിങ് എന്നുള്ള പോയിന്റിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സ്പിരിച്വൽ ഹെൽത്താണ്. ഓക്കെ, എന്താണ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ? വിശ്വാസപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ് അല്ലേ. ഓക്കെ, അതിനകത്ത് പോയിന്റ് വൈസ് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് WHO ഡെഫിനേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണോ ഉള്ളത്, നമുക്ക് എന്താ പറയുന്നത്, ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ വെൽബീയിങ്ങോട് കൂടിയിട്ട് നമ്മളിപ്പം ഫിസിക്കൽ വെൽബീയിങ് പഠിച്ചു, സോഷ്യൽ വെൽബീയിങ് പഠിച്ചു, അതുപോലെ തന്നെ മെൻ്റൽ വെൽബീയിങ് പഠിച്ചു. ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് വിശ്വാസപരമായിട്ട് അല്ലേ. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, വിശ്വാസപരമായിട്ടുള്ള ആ ഒരു ആരോഗ്യമല്ലേ വരുന്നത്. അതിലെന്താണ് പോയിന്റുകൾ പറയുന്നത്, പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നത്? ഇൻ സം സൊസൈറ്റീസ് ലൈക്ക് ദി ഇന്ത്യൻ സൊസൈറ്റി, റിലീജിയൻ ഹാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദി കൾച്ചറൽ എത്തോസ് എന്ന് പറയുന്നത് അല്ലേ. റിലീജിയൻസ് ആണ് വളരെ നിർണായകമായിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്നത്. എന്തിനാണ്? ഇൻ ഷേപ്പിംഗ് ദി കൾച്ചറൽ എത്തോസ്. വിശ്വാസങ്ങൾ ഷേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിശ്വാസങ്ങൾ നിലനിർത്താനും അതുപോലെ തന്നെ വിശ്വാസങ്ങളും അതിനൊരു ഘടന ഉണ്ടാക്കാനൊക്കെ റിലീജിയൻസ് ആണ് അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് കളിക്കുന്നത്. അത് ഇന്ത്യൻ സൊസൈറ്റിയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പം സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്ര കാര്യങ്ങൾ റിലീജിയൻ തന്നെയാണ് അതിന് നല്ലൊരു ഇപ്പം ഈ ഒരു കൾച്ചറൽ എത്തോസിൻ്റെ ഒരു ഷേപ്പിംഗ്, അവർ കൾച്ചറലായിട്ടുള്ള ആ വിശ്വാസങ്ങളുടെ ഒരു ഷേപ്പിംഗ് ചെയ്യുന്നത് റിലീജിയനാണ് ഒരു ഇമ്പോർട്ടൻ്റ് റോള് അതിനകത്ത് റോൾ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് വരും, മെനി ഇൻഡിവിജ്വൽസ് സ്ട്രോങ്ലി ബിലീവ് ഇൻ ദി സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, നമുക്കിപ്പം പല ഇതിലും നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടുള്ള ഒരു വേർഡാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ. അപ്പം മെനി ഇൻഡിവിജ്വൽസ് സ്ട്രോങ്ലി ബിലീവ് ഇൻ ദി സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ പലരും വ്യക്തിപരമായിട്ട് അവരുടെ വിശ്വാസങ്ങൾ സൂപ്പർ നാച്ചുറലിൽ അവർ വിശ്വസിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ സച്ച് സിറ്റുവേഷൻസ് എ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് എംബ്രേസ് ആസ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. അത്തരം സിറ്റുവേഷനുകളിൽ അവർക്കൊരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് അല്ലേ, ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ആ സ്പിരിച്വൽ ഹെൽത്ത് വഴി അവർക്ക് നേടിയെടുക്കാനാവുന്നുണ്ട്.
അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്, സ്പിരിച്വൽ ഹെൽത്ത് മേ ഹെൽപ്പ് ടു റിസോൾവ് ബോത്ത് ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സ്. സ്പിരിച്വൽ ഹെൽത്തിൻ്റെ പവറാണ് പറയുന്നത്. സ്പിരിച്വൽ ഹെൽത്ത് മേ ഹെൽപ്പ് ടു റിസോൾവ് ബോത്ത് ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സ്. ഇത്തരം കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ, അത് ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇത് വരുമ്പോൾ അതിനെല്ലാം റിസോൾവ് ചെയ്യാൻ സ്പിരിച്വൽ ഹെൽത്ത് സഹായമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്പിരിച്വൽ ഹെൽത്തിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് WHO എന്താണ്, ആരോഗ്യത്തെക്കുറിച്ച് WHO എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. അതേപോലെ തന്നെ ആ ഡെഫിനിഷൻ്റെ ഉള്ളിൽ വരുന്ന കമ്പോണൻസ്, അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്പോണൻസിൻ്റെ എന്തൊക്കെയാണ്, ആ ഘടകത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ WHO ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അത് എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്, 1948 ഏപ്രിൽ 7-നാണ് WHO പ്രവർത്തനം ആരംഭിച്ചത്. ആ ഏപ്രിൽ 7 എന്ന ദിവസം വേൾഡ് ഹെൽത്ത് ഡേ, ലോകാരോഗ്യ ദിനമായിട്ട് വർഷം തോറും ആചരിക്കുന്നുണ്ട്. ഓരോ വർഷവും കൃത്യമായിട്ട് ലോകാരോഗ്യ ദിനത്തിൻ്റെ തീമുകളുണ്ട്. 2024 തീം മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, ഇതാണ് 2024 തീം. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചു വെച്ച് പോവുക. അതുപോലെ തന്നെ നോട്ടുകൾ അയച്ചു തന്നതിൽ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് കാര്യങ്ങളുണ്ട്, സിമ്പിൾ പോയിന്റ്സുകളായിട്ടുണ്ട്. ആരാണ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ, ആരാണ് ഫസ്റ്റ് ഡയറക്ടർ ജനറൽ, ആരാണെന്നുള്ളതൊക്കെ നോട്ട്സിനകത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത് ഈ നോട്ട്സ് വായിക്കുന്നതിനൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് അത് പഠിക്കാൻ സഹായമാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം WHO ഡെഫിനിഷനും അതുപോലെ കമ്പോണൻസുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.